பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா, அறிவு கட்டம் புண்டம். பார்த்து நிற்காம எல்லாத்துக்கும் வெளியே போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ஏய் கலா, எழுந்திரு. ஓடா வாட்டி. தூக்கு வெளியே போடுறா. சரி முடியடா. വേഗം വേണം. തെങ്ങേ നടക്കണം. ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ, ഞാൻ കൊക്കെ വീട്. പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്. ഒന്നുകൂടെ പിരിയടാ അവനെ. അയ്യോ വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമ്മാരെന്നെ എന്നാവതെ ഒതയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാള് തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കിൽ വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? ഞാനിവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടിയിൽ ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവരി നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായിസ് ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോയില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും. ഓർത്തോ? നീ ഇങ്ങനെ ആളപ്പിയടിപ്പിക്കലേ പറയൂ. ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട? വെടിമറ ചാക്കോ എന്ന് കേട്ടിട്ടുണ്ട? അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്നത് തെറിയുമാ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രോം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ നോക്കും. മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്.
ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി ഇങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്, ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? തല്ലടോ. അമ്മ പാറു പൂങ്കാവനം ആകെ തല്ലിപൊളിയാക്കി. വണ്ടി വിട്ടോ വിട്ടോ. എന്ത് അവിവേക നിങ്ങൾ ഈ കാണിച്ചത്? അടി എരന്ന് മേടിച്ചാ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി ഈ നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല. വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരേട്ടൻ ഇങ്ങനെ പേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിൽ അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് ഈ അവധി നീട്ടിത്തന്നത് ആ കൊച്ചിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചിലർ സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഛേ, എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മാറണം. നീ അടിക്കാൻ പറഞ്ഞ അവനെ അടിക്കുവാ? എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ. അയ്യേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ. സന്തോഷമായി പണിക്കരേട്ടാ, എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ. മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടിയില്ലേ? ലോറി കൊടുത്ത് വീട്ടിയെന്നാ? ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ആ പെങ്കൊച്ചു നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു. അതെന്തും ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്. മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട, തിമറ് വേണ്ട, വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പറ്റികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമയാണ് മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിയെന്ന ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി. എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പനത് വയ്ക്കേ. അതെ, ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞു ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തോ. എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മം. നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ. നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട്
എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറുന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശാപം. പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ചെയ്ത് തെറ്റാണോ? പോയി തടാടാ പോത്തെ. എന്തോ എങ്ങനെയുണ്ടാ നമ്മുടെ തേവാത്തി? എങ്ങനെ 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 ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ ആ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആ ആരെങ്കിലും അവളെ കുളിക്കോട് തുളിഞ്ഞു നോക്കിയാ മൊഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. എന്നിട്ട് രണ്ടാമത് മുളച്ചു വന്നാണത്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു വെക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഉണക്കമുന്തിരി കളയാൻ അപ്പൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലോ അല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്നേ. മതി, എന്നും കുട്ടിയുടെ മുഖത്ത് ഇമ്ലേച്ചത കണ്ടാ മതി. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா, அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാവില്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിനെ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായത്. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിളയും. സുലാൻ വാടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കടാ. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തീറ്റിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണം അങ്ങോട്ട് ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം.
എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവാരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഏട്ടന്തിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്, അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കും. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? എടാ കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും. വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന 2 ശവങ്ങള്. അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കലെന്ന് പറഞ്ഞാൽ നടക്കല. ഒന്ന് പോടാ. സത്യേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ല് പുലരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. എന്താ മോളെ, എന്താ ഉണ്ടായി? എന്റെ മാല. என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? ഓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. എന്തുണ്ട് ഒരു 10-20 പണിക്കരേട്ടാ, എന്ത് വില വരും? ക്യാരക്ടർ ഒരു 4 ലക്ഷം വരും. അപ്പൊ 10-15 ലക്ഷം വേണം മുതലാ. ഞങ്ങളിവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനത് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനങ്ങൾ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ വെച്ചിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ. എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചാൽ പറ്റൂ. അതെ, ആരും കുറ്റം സംഭവിക്കാത്ത നിലയ്ക്ക് എല്ലാരും പരിശോധിച്ചിട്ട് വിട്ടാൽ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിന്നോളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല.
ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടയുണ്ടാകരുത്. അതുകൊണ്ടാ. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ദേ ഞാൻ തന്നെ തുടങ്ങാം. ദേ കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. ദേ കണ്ടോ, ഒന്നുമില്ല. ദേ ഇവന്റെ പോക്കറ്റിൽ ദേ കണ്ടോ, ദേ ഒന്നുമില്ല. കണ്ടോ, ദേ ദേ ഇതേ ഇവന്റെ പോക്കറ്റിൽ. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല. അപ്പ സത്യമായിട്ട് ശിവ, ഇതാരും മനഃപൂർവ്വം അപ്പനാണ്, ഞാനല്ല. മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെയാ ഇത് ചെയ്ത്. മാപ്പിളയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. അയ്യേ, ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല, അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ, ഇതൊരുമാതിരി ചങ്കി തീ കോരിയിരുന്ന തമാശയായിപ്പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് അടി ടൈം. ശിവ, വരൂ, അല്പം സംസാരിക്കാം. മക്കളെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ.